അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സാരം എന്താണ്? വബിൽ അസ്ഹാർ, അത്താഴ സമയങ്ങളിൽ, ഹും യസ്തഗ്ഫിറൂൻ, അവർ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നവരാണ് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിൽ ഏറ്റവും പ്രത്യേകമായ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പ്രധാനപ്പെട്ട സമയമാണ് ജൗഫുൽ ലൈൽ, അതായത് രാത്രി പിന്നിട്ട സമയങ്ങൾ. ഒരു രാത്രിയുടെ പകുതി കഴിഞ്ഞ സമയം, അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം. ആ സമയത്ത് പ്രത്യേകമായി ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യുദ്ദുആ യസ്മഅ, ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന ഏതാണ് നബിയെ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി 2 സന്ദർഭങ്ങളാണ്. ഒന്ന്, ദുബൂറ കുല്ലി സ്വലവാത്തി മക്തുബ, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം. ഫർദ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയും പ്രധാനപ്പെട്ടതാണ്. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഇജാബത്ത്, സ്വീകാര്യയോഗ്യമായ സമയമാണ് ആ സമയമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പലരും വളരെ തിരക്കുകളിൽ ഫർദ് എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ച് നമ്മൾ ഓടിപ്പോകുമ്പോൾ ഏറ്റവും അള്ളാഹു പ്രതീക്ഷിക്കുന്ന, ഉത്തരം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് പ്രാർത്ഥിക്കാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ലത് നൽകണമേ. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് നൽകണമേ. വഖിന അസാബന്നാർ, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. ഈ ഒരു ദുആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതലായി വന്നിരുന്ന ദുആയാണ് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ശൈലി നിങ്ങൾ നോക്കൂ. ഞങ്ങൾ എന്നതാണ് അതിലെ പ്രയോഗം. അപ്പോൾ എൻ്റെ എന്നതിനേക്കാളും ഞങ്ങൾ എന്ന പ്രയോഗത്തിന്, അതായത് കൂട്ടുപ്രാർത്ഥനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന, ഇഹ്ദിനി, ഇനി എന്നെ നീ നയിക്കണമേ എന്ന് പറയുന്നതിന് പകരം ഇഹ്ദിന, ഞങ്ങൾ എന്ന ഒരു ശൈലി കൊണ്ടുവന്നത് അത് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ കൂടിയാണ് ഫാത്തിഹയിൽ അങ്ങനെ ബഹുവചനത്തിൻ്റെ ഒരു രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഒറ്റയ്ക്ക് ദുആ ചെയ്യുന്നതിനേക്കാളും കൂട്ടമായ ദുആയിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുണ്ട്, ഇജാബത്തിന് സാധ്യതയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയും അത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നില്ല, നേരെ മറിച്ച് അത് കൂടുതൽ ദുആകളും കൂട്ടമായി കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ആമീൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ആമീൻ എന്ന് പറയൽ സുന്നത്താണ്. അങ്ങനെ കൂട്ടുപ്രാർത്ഥന, അതാണ് നിസ്കാരത്തിന് ശേഷം നടക്കുന്നത്. അവിടെ ഇമാം ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണെങ്കിൽ ഒരു ഇമാം ഉണ്ടാവും, കൂടെ പിന്തുടർന്ന മഅ്മൂമികളും ഉണ്ടാവും. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി എഴുന്നേറ്റ് പോകാനല്ല ശരിയായ രൂപം. നേരെ മറിച്ച് അല്പസമയമാണെങ്കിലും അവിടെ കൂടെ ഇരുന്ന് ഇമാം ദുആ ചെയ്യുമ്പോൾ കൂടെ ആമീൻ എന്ന് പറയുമ്പോൾ ആ ജമാഅത്തിൽ പങ്കെടുത്ത മലക്കുകൾ കൂടി ആ ആമീൻ കേൾക്കുകയും അവർ ആമീൻ പറയുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ദുആയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമാമിന് ഇസ്ലാം നൽകുന്ന നിർദ്ദേശം, ഇമാം ഒറ്റയ്ക്ക് ദുആ ചെയ്യാൻ പാടില്ല, ഇമാം മഅ്മൂമികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ദുആ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ഇമാം ദുആ ചെയ്യുമ്പോൾ വളരെ മുഹിമായ, അഹമ്മായ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ദുആയിൽ കൊണ്ടുവരണമെന്നതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ പറയുന്നു, അയ്യുദ്ദുആ യസ്മഅ, ഏറ്റവും അള്ളാഹു കേൾക്കുന്ന, ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥന ഏതാണ്? രണ്ടാമത്തെ സന്ദർഭം അത് ജൗഫുൽ ലൈൽ, അത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ,
അവർ അത്താഴ സമയങ്ങളിൽ അള്ളാഹുവിനോട് മാപ്പിരക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൽ ആ സമയത്തിൻ്റെ പ്രാധാന്യത്തെ ഖുർആൻ അടിവരയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത്താഴ സമയം, അത്താഴം കഴിച്ചാലും ഇല്ലെങ്കിലും അവിടെ അത്താഴ സമയമുണ്ട്. അത് നോമ്പിനുമുണ്ട്, നോമ്പല്ലാത്ത സമയങ്ങളിലുമുണ്ട്. സുബഹിക്ക് മുമ്പുള്ള ആ ഒരു സമയം, തഹജ്ജുദിൻ്റെ സമയം, ആ സമയത്ത് നമ്മുടെ ദുആഇന് വലിയ ഫലപ്രാപ്തി ഉണ്ടാവും. ആ ദുആ ഒന്നുകൂടി ഭക്തി നിർഭരമായിരിക്കും, ഭക്തി സാന്ദ്രമായിരിക്കും ആ സമയം. അപ്പോൾ ആ സമയത്ത് ഒരു അടിമ അള്ളാഹു ആവുന്ന ഉടമയോട് ചോദിക്കുന്ന ചോദ്യം ഒരിക്കലും തട്ടിക്കളയില്ല. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ മഗ്ഫിറത്തിൻ്റെ 10 അത്തരം സന്ദർഭങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിച്ച് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ദുആ ചെയ്യണം. ഇനിയും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങൾ വേറെയും ഉണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. നല്ല സ്വീകാര്യയോഗ്യമായ സമയങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ.